വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. വിപിൻ, ഇതിൽ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണമാണ്. ദേശീയ തലത്തിലടക്കം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കണ്ടെത്തലാണ്. അതിൽ 3 തലത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് മുമ്പിലേക്ക് NBF വഴി പരാതി എത്തുന്നു. മറ്റൊന്ന്, ബാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പോലീസിന്റെ അന്വേഷണം കൂടി. വിപിൻ സി വിജയൻ. അത് രജിത്ത് 3 തലത്തിലുള്ള അന്വേഷണം നടക്കുന്നു. അതിൽ സ്വാഭാവികമായും കേരളത്തിൽ ഇതിൻ്റെ ഒരു തട്ടിപ്പ്, അതിൻ്റെ ഒരു ആഴം, അത് ഏത് രീതിയിലായിരുന്നു ഈ ബാർക്കിൽ ഒരു തിരിമറി നടത്തി ഇത്ര വലിയൊരു വഞ്ചന നടത്തിയത് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ FIR പോലീസ് ഇട്ടിരിക്കുന്നത്. കളമശ്ശേരി പോലീസ് അതിൻ്റെ FIR എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കും ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കും എന്നുള്ളത് DGP ഇതിനോടകം തന്നെ നമ്മുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ സംഘം ഇത് അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് കേസെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതും എടുത്തു പറയേണ്ടത്, ഈ ബാർക്കിൽ മാത്രം എങ്ങനെ ഇത്ര വലിയ ഒരു തട്ടിപ്പ് നടക്കുന്നു, ഇത് കുറച്ച് കാലമായിട്ട് തന്നെയുള്ള ഒരു സംശയങ്ങളായിരുന്നു. അങ്ങനെ പലതവണ അതായത് ചർച്ചയിലൊക്കെ വന്നതാണ്. പക്ഷേ ഇത്ര കൃത്യമായിട്ടുള്ള തെളിവുകൾ 24 പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണർന്നു പ്രവർത്തിക്കുകയും ഇതൊരു കേസെടുക്കുന്ന നിലയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നത്. ബാർക്കിന്റെ CEO ഉൾപ്പെടെയുള്ളവരുടെ ആ രീതിക്കുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ അന്വേഷണം മറ്റൊരു വശത്തും നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം അത് കേന്ദ്ര ഏജൻസി, കേന്ദ്രത്തിന്റെ മറ്റ് ചാനലുകൾ ഉൾപ്പെടെയുള്ളവർ അത് ഏറ്റെടുത്തിരുന്നു. ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ഇതിന്റെ ഒരു ആഴം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ കേരളത്തിൽ അതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കേസെടുക്കുക എന്നുള്ള ഒരു FIR ഇട്ടിരിക്കുന്നു. അതിൽ 2 പ്രതികളെ ചേർത്തുകൊണ്ട് FIR ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ആഴ്ചകളിൽ, ഏതൊക്കെ രീതിക്ക് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കി, അതിനെ എത്രത്തോളം പ്രേംനാഥ് കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. വഞ്ചന കുറ്റത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വഞ്ചനയും ഒപ്പം തന്നെ കൃത്രിമമായ രേഖ ചമയ്ക്കലും, ഇതിന് മറ്റു ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വേണം. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു നിലപാടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വളരെ സുതാര്യമാവേണ്ട ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ അതിലൊരു വലിയ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ട് അതിനൊരു തിരിമറി നടത്തിക്കൊണ്ട് അത് സ്വന്തം പാട്ടിലാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതാണ് 24 പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ സത്യയെ തുടർന്നാണ് പോലീസിന്റെ ഈ ഉണർന്നു പ്രവർത്തിക്കലും അതിൽ റിപ്പോർട്ടർ TVയുടെ ഉടമയും ഒപ്പം തന്നെ ഈ ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സത്യ എന്ന അന്വേഷണത്തിലൂടെ രാജ്യത്തെ മാധ്യമ മേഖലയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നേരത്തെ 24 പുറത്തുവിട്ടിരുന്നത്. വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡേറ്റ തട്ടിപ്പിൽ റിപ്പോർട്ടർ TV MD ആൻഡ്രു അഗസ്റ്റിനെ 2ാം പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥാണ് 1ാം പ്രതി. പ്രേംനാഥിന്റെ അക്കൗണ്ടിലേക്ക് ചാനൽ ഉടമയുടെ പണമെത്തി എന്നതടക്കമുള്ള കോടികളെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൃത്രിമരേഖ ചമയ്ക്കൽ, അതുപോലെ വഞ്ചനാക്കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുകയാണ്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് ഈ പുറത്തുവന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം NBF മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ബാർക്കിന്റെ തന്നെ അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് പോലീസിന്റെ നടപടികൾ ഉണ്ടാവുന്നത്. പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ബാർക്ക് ഡേറ്റയിൽ തിരിമറി നടത്തി റിപ്പോർട്ടർ TVയെ മുന്നിലെത്തിക്കാൻ പ്രേംനാഥിന് ചാനലുടമ കോടികൾ കൈമാറി എന്നാണ് ഈ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിലാണ് കൂടുതൽ അന്വേഷണം നടക്കാൻ പോകുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഇത് വളരെ വിശദമായ അന്വേഷണം വേണ്ടിവരും. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇതിന്റെ അന്വേഷണം പോവേണ്ടി വരും. കൂടുതൽ പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടി വരും. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടി വരും. വിപിൻ സി വിജയൻ. തീർച്ചയായിട്ടും റിജിത്ത്, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഇതിൽ ശേഖരിക്കണം. അതിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാർക്കിൽ മാത്രം ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ തലങ്ങളിലേക്കാണ് ഇതിൻ്റെ ഒരു കൈകൾ നീണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട്, തിരിമറികൾ സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് ആരാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ളൊരു ചിത്രം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പോലീസ് കേസെടുത്തതോടുകൂടി അതിലൊരു ചിത്രം വ്യക്തമാവുകയാണ്. അതിൽ 2 പ്രതികൾ
ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് പറയാം. അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്നത്. അപ്പോൾ ഈ 24 ഉൾപ്പെടെയുള്ളവർ ഈ പരാതിയുമായി രംഗത്ത് വരുന്നു. നമ്മൾ ഈ ഓപ്പറേഷൻ സത്യയിലൂടെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് കേരളത്തിലെ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പുറത്തേക്ക് വിട്ടതോടുകൂടി ഇവയെല്ലാം തന്നെ ഉണർന്നു പ്രവർത്തിക്കുകയും എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള അട്ടിമറിയെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കാനും തീരുമാനിക്കുന്നു. ഇങ്ങനെ DGPക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടൊരു സംഘം ആദ്യം രൂപീകരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ ഇനി സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരെ പെടുത്തിക്കൊണ്ടാണ് ഇനിയുള്ള, അതായത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ അന്വേഷണം വരിക എന്നുള്ളത് പറ്റുകയുള്ളൂ. കാരണം ബാർക്കൊക്കെ സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ധാരണ എന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടൊരു മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു. അതിനുവേണ്ടി ഈ ഒരു ചാനൽ ഉടമ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയാകുന്നു, അതിനുവേണ്ടി ഈ ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിക്കുന്നു തുടങ്ങിയിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റമാണ്. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വേർതിരിവ് അത് വളരെ വലുതുമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ 2 പേര് ഇപ്പോൾ FIR അടക്കം ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. റീജിത്ത്, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡേറ്റ തട്ടിപ്പിലാണ് റിപ്പോർട്ടർ TV MD ആൻഡ്രൂ അഗസ്റ്റിനെ 2ാം പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, ഇടനില നിന്ന് പ്രവർത്തിച്ചത് ബാർക്ക് ജീവനക്കാരനായ പ്രേംനാഥാണ് എന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കിയത്. ആ പ്രേംനാഥാണ് ഇപ്പോൾ ഈ കേസിൽ 1ാം പ്രതിയായി മാറുന്നത്. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെടുന്നു കേസിൽ. കൃത്രിമരേഖ ചമയ്ക്കൽ, അതുപോലെ വഞ്ചനാക്കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ബാർക്ക് ഡേറ്റയിൽ തിരിമറി നടത്തി റിപ്പോർട്ടർ TVയെ മുന്നിലെത്തിക്കാൻ പ്രേംനാഥിനെ ആൻഡ്രൂ അഗസ്റ്റിൻ കോടികൾ കൈമാറി എന്ന് 24ന്റെ ഓപ്പറേഷൻ സത്യയിൽ വിവരങ്ങൾ സഹിതം പുറത്തു വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ഏറ്റെടുക്കുന്നത്. ഇത് പ്രേക്ഷകരെ കബളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗുരുതര സ്വഭാവത്തിൽ വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഗുരുതര സ്വഭാവത്തിൽ ഇതിന്റെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് NBF കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ബാർക്കിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബാർക്കും അതിൽ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഈ ഓപ്പറേഷൻ സത്യയിലൂടെ വിവരങ്ങൾ പുറത്തുവിടുന്ന ഘട്ടത്തിൽ തന്നെ DGP നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇതിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം DGP ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാന പോലീസ് കടക്കുന്നത്. കളമശ്ശേരി പോലീസാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.